اتقوا الله عباد الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് അംഗീകരിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിലെ 9ാമത്തെ ദിവസം, രണ്ടാമത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളുള്ളത്. പടച്ചിറപ്പ് റമദാനിൽ നമുക്ക് ഇത്രയും ആയുസ് നീട്ടിത്തന്നു, അൽഹംദുലില്ലാഹ്. തുടർന്നുള്ള ദിവസങ്ങളും പടച്ചിറപ്പ് ഈ വിശുദ്ധ റമദാനിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയവരുടെ പാരത്രിക ജീവിതം അവൻ എല്ലാവിധത്തിലുമുള്ള നന്മയും ആക്കി തീർക്കട്ടെ. ബദർ യുദ്ധം കഴിഞ്ഞു. മുശ്രിക്കുകളിൽ കുറെ ആളുകളുടെ തടവുകാരായി പഠിക്കുന്നു. ആദ്യത്തെ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ പിടിക്കപ്പെട്ട തടവുകാരെ എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ല. സ്വാഭാവികമായി മുഷാവറ നടന്നു, ചർച്ച നടന്നു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ശക്തമായി പറഞ്ഞു, ഒരാളെയും ബാക്കി വെക്കണ്ട, എല്ലാവരെയും കൊന്നുകളയും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് വേണ്ട, നമുക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിച്ചുകൊണ്ട് അവരെ വിട്ടയക്കാം. ഞാൻ രണ്ട് വ്യക്തികളുടെ നിലപാടുകൾ, ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ശക്തമായ കഠിനമായ തീരുമാനം എടുക്കുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിനനുസരിച്ചാണ് പിന്നീട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ചർച്ചാ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നിന്റെ ഉപ്പയോട് ഇമാമായി നമ്മൾ നമസ്കരിക്കാൻ പറയണം. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകരെ, അങ്ങേക്ക് അറിയാലോ, എന്റെ പിതാവ് വളരെ ലോലഹൃദയാണ്, അദ്ദേഹത്തിനെ കൊണ്ട് ആവുകയില്ല. കാരണം നമസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം കരയാൻ തുടങ്ങും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വഭാവ രീതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. ഇതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി ഭരണമേറ്റെടുത്തു. ഖലീഫയായതിനു ശേഷം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ നയപ്രഖ്യാപനം നടത്തുകയാണ്. ആ നയപ്രഖ്യാപനം നടത്തുന്നത് വിഷയം ഇതാണ്: സകാത്ത് നൽകാത്ത ആരൊക്കെ ഉണ്ടോ അവരുമായിട്ട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സകാത്ത് തരാത്ത മതത്തിനുള്ളിൽ വേണ്ട, അവരെയൊക്കെ കൊന്നോളെ, യുദ്ധം ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇടപെടലുണ്ട്. ഞാൻ രണ്ടുപേരുടെയും രീതി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു ഏത് വിഷയത്തിലും കർക്കശമായി ശക്തമായ തീരുമാനം എടുക്കുന്നയാളാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോട് ചോദിച്ചു, അമീർ മുഅ്മിനീൻ അബൂബക്കർ, യാ അബൂബക്കർ, അത് വേണോ? അത്രയും ശക്തമായ ഒരു തീരുമാനമാണോ? ആരാ ചോദിക്കുന്നത്? ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന അബൂബക്കർ ചോദിക്കുകയാണ്, ഉമർ ചോദിക്കുകയാണ്, അത്രയും ശക്തമായ ഒരു തീരുമാനമൊക്കെ വേണോ അബൂബക്കറെ? എന്നാൽ ചരിത്രത്തിൽ ലോകഹൃദയനായി രേഖപ്പെടുത്തിയിട്ടുള്ള
ലോലഹൃദയനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അന്നേരം പറഞ്ഞ വിഷയം മറുപടി പറഞ്ഞത് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സക്കാത്തായി ഒരു ഒട്ടകത്തിന്റെ മൂക്ക് കയറണമെന്ന് വെച്ചാൽ അത്രയും നിസ്സാരമായ ഒരു സാധനമാണ് കൊടുത്തിരുന്നതെങ്കിൽ അതെന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ തരുന്നില്ല എങ്കിൽ ആ തരാത്തവനുമായി ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും എന്ന അബൂബക്കറിന്റെ പ്രഖ്യാപനമാണ്. വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാൻ ഈ രണ്ടുപേരുടെയും സ്വഭാവ രീതിയും എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയുള്ള പ്രഖ്യാപനവും എന്റെ നിങ്ങളുടെയും മുന്നിൽ വെച്ച്. മനുഷ്യൻ എന്ന് പറയുന്നത് സമ്പത്തിനോട് വല്ലാതെ താല്പര്യമുള്ളവരാണ്. മനുഷ്യൻ അവന്റെ സമ്പത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നത് എല്ലാവർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് വതഖുലൂന തുറാസ അക്ലൽ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹബ്ബൻ ജമ്മ. വതഖുലൂന തുറാസ, നിങ്ങൾ അനന്തരാവകാശ സ്വത്ത് വാരിക്കൂട്ടി തിന്നാണ്, ഒരാൾക്ക് കൊടുക്കില്ല. എന്താ അനന്തരാവകാശ സ്വത്ത് എന്നാണ് പറഞ്ഞത്? അനന്തരാവകാശ സ്വത്ത് എന്ന് പറയുന്നത് നമ്മളാരും കഷ്ടപ്പെട്ടിട്ട് കിട്ടിയതല്ല, നമ്മളാരും കഷ്ടപ്പെട്ട് കിട്ടിയതല്ല. നമ്മുടെ പൂർവികരായ ആളുകൾ കഷ്ടപ്പെട്ട് അവരുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് കിട്ടിയതാണ് അനന്തരാവകാശ സ്വത്ത്. നമ്മുടെ കഷ്ടപ്പാടിൽ നിന്ന് പോലും ഉണ്ടാകാത്ത അനന്തരാവകാശ സ്വത്ത് അതിൽ നിന്ന് പോലും ഒരാൾക്കും കൊടുക്കൂല. അതുവരെ നമ്മളിങ്ങനെ മനുഷ്യരെയും വാരി കൂട്ടി വെക്കുന്നതാണ്. മനുഷ്യൻ സമ്പത്തിനോട് അങ്ങേറ്റം താല്പര്യമുള്ളവരാണ്. അതിശക്തമായ താല്പര്യമാണ് മനുഷ്യന് സമ്പത്തിനോട് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ വിഷയം വളരെ ശക്തമായ ഭാഷയിൽ ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആൻ സകാത്തിനെ സംബന്ധിച്ച് നിരവധി സ്ഥലങ്ങളിൽ ചർച്ച ചെയ്തു. അതിൽ 30 സ്ഥലം നമസ്കാരവുമായിട്ട് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. നമസ്കാരവുമായിട്ട് ചേർത്തുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ ഈ ആയത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിസ്കാരം നിലനിർത്ത്, സക്കാത്ത് കൊടുക്ക്. തഫ്സീറിന്റെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം, ഒന്നിനോടൊന്ന് ചേർന്ന് വന്നാൽ അല്ലാതെ മറ്റൊന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല. സക്കാത്ത് കൊടുക്കുക, നിസ്കാരമില്ലാതെ സക്കാത്തോ സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന്. എന്നാൽ മനുഷ്യർ പരിഗണിക്കുന്നത് ഏതിനെ? നിസ്കാരത്തിന് മാത്രമാണ്, പരിഗണിക്കേണ്ടതല്ല. നിസ്കാരത്തിന്റെ വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് എന്ത് ഗൗരവമായിരിക്കും. നമ്മളൊരു യാത്രയിലാണ് എങ്കിൽ നമുക്ക് പെട്ടെന്ന് സംശയം തോന്നുന്ന മസ്അല. ഉടനെ നമ്മൾ പരിചയമുള്ള ഉസ്താദിന്റെ നമ്പർ എടുത്തിട്ട്, ഉസ്താദെ ഞാൻ ഇന്ന കണക്കിലൊരു സ്ഥലത്ത് പെട്ടുപോയി, എന്റെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിസ്കാരം നഷ്ടപ്പെട്ടു പോകും, വേവലാതിയാണ്, വേണ്ടതാണ്. ഉസ്താദെ വെള്ളം കിട്ടാനില്ല, മണ്ണ് കിട്ടാനില്ല, തയ്യാറ ചെയ്യണോ, എന്താ ചെയ്യേണ്ടത്? വേവലാതിയാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്, ശരീരത്തിന് മുറിവുണ്ട്, ഞാൻ ഒന്നു ചെയ്യണോ അതല്ല തയ്യാറ ചെയ്യണോ, മുറിവിന്റെ മുകളിൽ തടവിയാ മതിയോ? നിസ്കാരം ഒഴിവായി പോകാൻ പാടില്ല. ആ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതീവ ഗൗരവം നമ്മൾ പുലർത്തേണ്ടത് തന്നെയാണ്, സംശയമില്ല. എന്നാൽ അതിനോടൊപ്പം ചേർത്ത് പറഞ്ഞ വിഷയമാണ് സക്കാത്ത്. അതിന് നമ്മൾ ഗൗരവം പുലർത്തുന്നില്ല, ഗൗരവം കാണിക്കുന്നില്ല അതിനോട്. എന്നാൽ രണ്ടും ഒരേപോലെ ഗൗരവം കാണിക്കേണ്ട വിഷയം തന്നെയാണ്. കുറച്ചുകൂടി ശക്തമായി പറയുകയാണ് എങ്കിൽ സക്കാത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ, ഇത്തഖുന്നാർ വലൗ ബിശിക്കി തംറ. ഒരു കാരക്കേട് ചീടുകൊണ്ടാണെങ്കിലും, എന്ന് വെച്ചാൽ നിങ്ങളൊരു കാരക്കേട് ചീടിന്റെ അത്രയേ സക്കാത്ത് കൊടുക്കാറുള്ളോ, കൊടുത്തേക്കണം. സക്കാത്ത് സ്വതക്കയൊക്കെ ഏറെ ഗൗരവമുള്ള വിഷയമാണത്. നോക്ക്, വിശ്വാസിയുടെ സവിശേഷതയായിട്ട് ഖുർആൻ പറയുന്നതാണ്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികൾ വിജയിച്ചിരിക്കുകയാണ്. ആരാണവർ? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരങ്ങളിൽ ഭക്തി കാണിക്കുന്നവരാണവർ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. അനാവശ്യമായ വ്യർത്ഥമായ കാര്യങ്ങളൊന്നും മാറി നിൽക്കുന്നവരാണവർ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. സക്കാത്ത് കൊടുക്കുന്നവരാണ്. സക്കാത്ത് എന്ന നിർബന്ധ കർമ്മം
നിർവഹിക്കുന്നവരാണവർ. അവരെ വിശ്വാസിയാവണം. എന്നാരാ മുശ്രിക്ക്? ശ്രദ്ധിച്ചു കേൾക്കണേ. മുശ്രിക്കാരാ? മുശ്രിക്കിന്റെ വിശേഷണമായി പറയുന്നു വൈലുൽ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കിന് നാശം, മുശ്രിക്കിന് നാശം. ആരാ മുശ്രിക്ക്? അല്ലദീന ലാ യുഅ്തൂന സകാത്ത് വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. സകാത്ത് കൊടുക്കില്ല, സകാത്ത് കൊടുക്കുന്നില്ല. വഹും ബിൽ ആഖിറതി കാഫിറൂൻ. അവൻ പരലോകത്തെ സംബന്ധിച്ച് നിഷേധിക്കുകയാണ്. സകാത്ത് കൊടുക്കാത്തവൻ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അവൻ ധനപൂജകനാണ്, ധനത്തെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈലുൽ ലിൽ മുശ്രിക്കീൻ. മുശ്രിക്കുകൾക്ക് നാശം എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ. ഇനി അല്ലാഹ് പറഞ്ഞു സാഹോദര്യ ബന്ധം ഉണ്ടാകേണ്ടത് ആര് തമ്മിലാണ്? സാഹോദര്യ ബന്ധം ഉണ്ടാകേണ്ടത് വിശ്വാസികൾ തമ്മിലാണ്. മറ്റുള്ളവരായിട്ട് ബന്ധം ഉണ്ടാകാം, സാഹോദര്യ ബന്ധം, പരസ്പര സഹോദരങ്ങളെന്നുള്ള ബന്ധം അതുണ്ടാകേണ്ടത് വിശ്വാസികൾ തമ്മിലാണ്. ഇനി മുശ്രിക്കുകൾ തമ്മിൽ നിങ്ങൾക്ക് സാഹോദര്യ ബന്ധം ഉണ്ടാകണം. അങ്ങനെ മുശ്രിക്കുകളുമായി സാഹോദര്യ ബന്ധം ഉണ്ടാകണം എങ്കിൽ 3 നിബന്ധനകളുണ്ട്. ആ 3 നിബന്ധന അവർ പാലിക്കണം. ആ 3 നിബന്ധന അവർ പാലിക്കുമ്പോ അവര് വിശ്വാസികളാകും. ഏതാണ് 3 നിബന്ധന എന്ന് പറഞ്ഞാൽ? നിലവിൽ അവർ മുശ്രിക്കുകളാണ്, നിങ്ങൾക്കെതിരെ ശത്രുതയിലാണ്. പക്ഷേ അവർ പശ്ചാത്തപിക്കുകയാണ്. അവരുടെ നിലപാടുകളിൽ അവർ പശ്ചാത്തപിച്ചു, അവർ മടങ്ങി വന്നു. എന്നിട്ടോ അവർ നിസ്കാരം നിലനിർത്തി, സക്കാത്ത് കൊടുക്കുകയും ചെയ്തു. നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തു. നിങ്ങൾക്കൊപ്പം അവർ വന്നു എങ്കിൽ അവരാണ് മതത്തിൽ നിങ്ങളുടെ സഹോദരൻ. നിസ്കരിക്കണം, സക്കാത്ത് കൊടുക്കണം, നല്ലത് തിന്നണം. എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം അതാണ്. അല്ലാഹ് പറയണത് അത് തന്നെയാണ്, നല്ലത് തിന്നണം. നല്ലത് എന്ന് പറഞ്ഞാൽ നല്ല രുചികരമായ സാധനം നല്ല പറഞ്ഞത്, വിശിഷ്ടമായത് രുചികരമായതൊക്കെ ഉണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ, ആരോടാ പറയുന്നത്? ജനങ്ങളെ വിളിച്ചുകൊണ്ടല്ല പറയുന്നത്, വിശ്വാസികളെ എന്നാ പറയുന്നത്. യാ അയ്യുഹന്നാസ് എന്ന് പൊതുവായ വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഭക്ഷണത്തിന്റെ വിഷയം പറയുന്നിടത്ത് എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ എന്നേ കാണാൻ പറ്റുള്ളൂ. ഓ സത്യവിശ്വാസികളെ, ഈമാൻ ഉൾക്കൊണ്ടവരെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും നിങ്ങൾ നല്ലത് തിന്നോളൂ. വശ്കുറൂ ലില്ലാഹ്, തിന്നാൽ മാത്രം പോരാ, പടച്ചോൻ നിങ്ങൾ നന്ദിയുള്ളവരുമാകണം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെയാണോ ആരാധിക്കുന്നത്? നിങ്ങൾ അല്ലാഹുവിനെയാണോ ആരാധിക്കുന്നത് എങ്കിൽ നിങ്ങൾ നല്ലതേ തിന്നാൻ പാടുള്ളൂ. നിങ്ങൾ നല്ലത് തിന്നണം, എന്നിട്ട് അല്ലാഹുവിന് നന്ദിയും കാണിക്കണം. നമ്മൾ നല്ലത് തിന്നുന്നുണ്ട്, നാം നല്ലതാണ് തിന്നുന്നത്, നാം അല്ലാഹുവിന് നന്ദി കാണിക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ ലാ യുബാലി മറു മാ അഖദ മിൻഹു മിനൽ ഹലാൽ അം മിനൽ ഹറാം. ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? അന്ന് മനുഷ്യന്മാർ ആരും നോക്കൂല, പരിഗണിക്കൂല. എന്റെ സമ്പത്ത് ഹലാലാണോ അല്ല ഹറാമാണോ? മാ അഖദ മിൻഹു മിനൽ ഹലാൽ അം മിനൽ ഹറാം, ഹറാമാണോ ഞാൻ എടുത്തിട്ടുള്ളത്, ഹലാലാണോ എന്റെ സമ്പാദ്യം? ഇത് മനുഷ്യന്മാരെന്തില്ല നോക്കൂല. അങ്ങനെയുള്ള ഒരു കാലഘട്ടം വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതോടെ ഇരിക്കട്ടെ, നമ്മളൊക്കെ വിശ്വാസികളാണ്, അതുകൊണ്ട് തന്നെ ഹലാലായ മാർഗത്തിനെ നമുക്ക് സമ്പാദിക്കാറുള്ളൂ. ഹറാം നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? കൃത്യമായ വിഷയങ്ങളിലൊക്കെ ഗൗരവത്തോടുകൂടി തന്നെ നാം ഇടപെടാറുണ്ട്. ഇരിക്കട്ടെ, ഈ ഹലാലായി നാം സമ്പാദിക്കുന്ന നമ്മുടെ സമ്പാദ്യം അത് തന്നെ ഹറാമായി മാറും, അത് തന്നെ ഹറാമായിട്ട് മാറും. അനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മൻ ഖതഅ ഹഖ്ക ഇംറിഇൻ മുസ്ലിമിൻ ബിയമീനിഹി ഫഖദ് ഔജബഹു അൻ-നാർ വഹറമ അലൈഹി അൽ-ജന്ന.
فقال له رجل وإن كان شيئا يسيرا يا رسول الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വൈൻ ഖദിമൻ മിൻ അറാഖ്. ഒരാൾക്ക് അവകാശപ്പെട്ടത്, അയാളുടെ അവകാശം, ആ അവകാശം കൊടുത്തു തീർക്കേണ്ടത്, അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവൻ നിന്നോടൊക്കെ ഹറാമായി പോയി. സാവത്തിന് സംശയം, അങ്ങനെ ചെറിയ സാധനമാണെങ്കിലോ നബി പറഞ്ഞു അതൊരു അറാഖിന്റെ കഷ്ണമാണെങ്കിൽ ശരി ശരി, നാം ഹലാലായി സമ്പാദിച്ചത് തന്നെ, പക്ഷേ ആ ഹലാലിൽ നിന്ന്, നാം സമ്പാദിച്ച ഹലാലിൽ നിന്ന് സകാത്തിന്റെ ആ ശതമാനം മാറ്റിയില്ല എങ്കിൽ സമ്പത്ത് മുഴുവനും ഹറാമായി, മുഴുവനും ഹറാമായി. സംശയിക്കേണ്ട. ഈ സക്കാത്ത് എന്ന് പറയുന്നത് വലിയ പണക്കാർ കൊടുക്കേണ്ട സാധനമല്ല, വലിയ വലിയ പണക്കാർ മാത്രമല്ല. 595 ഗ്രാം വെള്ളിയുടെ വിലക്ക് ആവശ്യമായ പൈസ കയ്യിലുണ്ട് എങ്കിൽ അവരൊക്കെ കൊടുക്കണം. ഇന്നത്തെ വില നമ്മൾ കണക്കാക്കി നോക്കുകയാണെങ്കിൽ 595 ഗ്രാം വെള്ളിക്ക് എത്ര വിലയുണ്ടെന്ന് നമുക്ക് കണക്കാക്കിയാൽ മതി. ഒരു 60-65,000 രൂപ, അല്ലെങ്കിൽ 66,000-67,000 രൂപ അതിന്റെ ഉള്ളിലൊക്കെ വരുള്ളൂ. അതിൽ എത്ര കൊടുക്കണമെന്നാ പറഞ്ഞത്? 60,000 രൂപ ഉണ്ട് എങ്കിൽ അതിലാകെ വരുന്നത് 1,500 രൂപ ഉണ്ടാവും. കണക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടി വെക്കോളെ. 2.5%, 1,00,000 രൂപ ഉണ്ടെങ്കിൽ അതിന് 2,500 രൂപയാണ് സക്കാത്ത് പറയുന്നത്. ഒരു പ്രയാസമുള്ള സിസ്റ്റം അല്ല വിശുദ്ധ ഇസ്ലാം വെച്ചിരിക്കുന്നത്. നോക്കുക, നല്ലത് തിന്നണം വിശ്വാസി. നമ്മൾ നോമ്പെടുത്തു, ഇതിന് നോമ്പ് മുറിക്കുകയാണ്. ആലോചിക്കുക, ഞാൻ എടുക്കണ നോമ്പ് അത്താഴം കഴിച്ചുകൊണ്ടാണ് നമ്മൾ നോമ്പെടുത്ത് തുടങ്ങുന്നത്. ഹലാലായ ഭക്ഷണം കൊണ്ടാണോ അത്താഴം കഴിച്ചതെന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞു, ഹലാൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ സമ്പാദിക്കുന്ന ഹലാലായ മാർഗത്തിലൂടെയാണ്, ഹറാമായിട്ട് ആരും സമ്പാദിക്കുന്നില്ല. പക്ഷെ അതിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ നോക്കണം. ഇല്ലെങ്കിൽ ആ ഭക്ഷണം ഹറാം തന്നെയാണ്. നമ്മൾ നോമ്പ് മുറിക്കുന്നു. നോമ്പ് മുറിക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് നോമ്പ് മുറിക്കുന്നത്. ആ നോമ്പ് മുറിക്കുന്നത് ഹലാലായ ഭക്ഷണം കൊണ്ടാണോ? നമ്മൾ ആലോചിച്ചു വെക്കുക. സക്കാത്ത് കൊടുത്ത് ശുദ്ധമാക്കിയ സാധനം കൊണ്ടാണോ നമ്മൾ നോമ്പ് തുറക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. വിശ്വാസി എന്ന് പറഞ്ഞ എല്ലാ അർത്ഥത്തിലും അവൻ ശുദ്ധിയുള്ളവനായിരിക്കണമെന്നാണ്. വിശ്വാസി ശുദ്ധിയുള്ളവനാണ്. അല്ലാഹ് പശ്ചാത്തപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ്. ശുദ്ധി എന്ന് പറയുന്നത് ഒരു കുളിച്ച് വൃത്തിയായിട്ട് മാത്രം നടന്നാൽ പോരാ. അത് ചീമൊട്ട എന്ന് പറയും, ചീമൊട്ട പോലെയാവും. പുറമെ മാത്രം നല്ല ശുദ്ധി, മുട്ട ചീമൊട്ട അത് കാണാൻ, പുറമെ കാണാൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സാധാരണ മുട്ട പോലെ തന്നെ നല്ല ഭംഗിയിലായിരിക്കും. പക്ഷെ അത് പൊട്ടിച്ചു കഴിഞ്ഞാലോ പിന്നെ മനുഷ്യന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റൂല. അങ്ങനെയല്ല, ഉള്ളും പുറവും ഒരുപാട് ശുദ്ധിയാകണം. നമ്മുടെ ഈ ഭാഗത്തുള്ള മുഴുവൻ നമ്മളെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. നിസ്കാരം നമ്മെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. നോമ്പ് നമ്മളെ ശുദ്ധിയാക്കാൻ വേണ്ടിയാണ്. അതുപോലെ സക്കാത്തും ശുദ്ധിയാക്കാൻ വേണ്ടി തന്നെയാണ്. സമ്പത്തിനെ ശുദ്ധിയാക്കാൻ, അതുവഴി നമ്മളും ശുദ്ധിയായി തീരും. പ്രവാചകരെ, അവരുടെ സമ്പത്തിൽ നിന്ന് താങ്കൾ സക്കാത്ത് വാങ്ങിക്കൊണ്ടോ എടുത്തുകൊണ്ടോ അതുകൊണ്ട് അവരെ ശുദ്ധീകരിച്ചെടുക്കും, അവരെ സംസ്കരിച്ചെടുക്കും എന്നാണ്. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ഭാഗമാണ് സക്കാത്ത്. പ്രിയമുള്ളവരെ, ഈ സക്കാത്തിലൂടെ ഒരിക്കലും പരാജയം ഉണ്ടാവില്ല. മനുഷ്യൻ എന്തുകൊണ്ടാ പിന്നെ അവന്റെ സമ്പത്ത് ഇളക്കാത്തത്? അവന്റെ ധാരണ എന്താണ്? ഇതുമൂലം എനിക്ക് എന്തൊക്കെയോ കുറവ് വരും, പരാജയം വരും എന്നാണ്. അങ്ങനെ ഒരിക്കലും പരാജയം വരികയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ സമ്പത്ത് സ്വതക്ക കൊടുത്തു എന്നതുകൊണ്ട് ചുരുക്കി പോവില്ല. നമ്മൾ ആരെങ്കിലും ഇന്നേവരെ കേട്ടിട്ടുണ്ടോ? കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. ഒരുപാട് ആളുകൾ ആ സക്കാത്ത് കൊടുത്തു മുടിഞ്ഞു പോയ മനുഷ്യനാണ് എന്ന് ഇന്ന് വരെ എവിടെയെങ്കിലും ആരെങ്കിലും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലാഹു പറഞ്ഞു, വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ് ഫൗലൈക ഹുമുൽ മുദ്ഇഫൂൻ. വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്, പടച്ചോന്റെ വജഹിനെ
പടച്ചോന്റെ തൃപ്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും സക്കാത്ത് കൊടുക്കുകയാണ് എങ്കിൽ ഫൗലായിക ഹുമുൽ മുളഇഫൂൻ, അത് ഇരട്ടിയായിട്ടുള്ള കൊടുക്കും. അവന്റെ സമ്പത്ത് അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചെയ്തു കൊടുക്കും എന്നാണ്. ഇരട്ടിയായിട്ട് അല്ലാഹുവിന്റെ കാരുണ്യമുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ആയത്തുണ്ട്, വറഹ്മതി വസിഅത് കുല്ല ശൈ, വറഹ്മതി വസിഅത് കുല്ല ശൈ. എല്ലാവർക്കും പരിചയമുണ്ടാവും ഏകദേശമുള്ള ആളുകൾ. കാരണം നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരുപാട് ഉസ്താദുമാരുടെ വാഴകളിലെ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കും. വറഹ്മതി, എന്റെ കാരുണ്യം, വസിഅത് കുല്ല ശൈ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായിരിക്കുന്നു. അതിന്റെ അപ്പുറത്ത് ഓതാറില്ല. ആയത്തിന്റെ അപ്പുറമുണ്ട്. അപ്പുറം എന്താണ്? സഅക്തുബുഹ, സഅക്തുബുഹ, ഞാനത് രേഖപ്പെടുത്തും. ഞാനത് രേഖപ്പെടുത്തുമാർക്ക് ലില്ലദീന യത്തഖൂൻ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, വയുതൂന സകാത്ത് കൊടുക്കുന്നവർക്ക്. അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്നവൻ ആരാ? അവൻ സകാത്ത് കൊടുക്കുന്നവനാണ്. ഏറ്റവും സൂക്ഷ്മതയുള്ളവൻ, ജീവിതത്തിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവൻ അവൻ സക്കാത്ത് കൊടുക്കുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാറ്റിനും ഉപരിയായിട്ട് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്കാത്ത് നമ്മൾ കൊടുത്താൽ സ്വർഗ്ഗം കിട്ടും. നമ്മുടെ ഒക്കെ ലക്ഷ്യം അതാണ്. കൊടുത്തില്ലെങ്കിലോ നരകവും കിട്ടും. കൊടുത്താൽ സ്വർഗം കിട്ടും, അതിനാണ് ഏറ്റവും വലിയ കൂലി. കൊടുത്തില്ലെങ്കിൽ നരകവും കിട്ടും. الذين هم على صلاتهم دائمون والذين في أموالهم حق معلوم أولئك في جنات مكرمون. അല്ലാഹു പറയാണ്, നിസ്കാരം സ്ഥിരമായിട്ട് നിർവഹിക്കുന്ന ആളുകൾ, സ്ഥിരനിഷ്ഠയുള്ളവർ, അതുപോലെ വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖുൻ മഅലൂം, തങ്ങളുടെ സ്വത്തുക്കളിൽ നിർണതമായ അവകാശം നൽകുന്ന ആളുകൾ അവരെവിടെയായിരിക്കും? ഉലൈക ഫീ ജന്നാത്തിൻ മുക്റമൂൻ, അവരെ സ്വർഗ്ഗങ്ങളിലായിരിക്കും, സ്വർഗ്ഗപൂന്തോപ്പിൽ ആദരിക്കപ്പെടുന്നവരായിരിക്കും. വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലി, അല്ലാഹു അവന്റെ ഔദാര്യത്താൽ കൊടുത്ത ആ സമ്പത്ത് കൊണ്ട് പിശുക്ക് കാണിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ കരുതണ്ട കേട്ടോ, അവര് വിചാരിക്കേണ്ട അതവർക്ക് നന്മയാണ്. പിശുക്ക് കാണിച്ച് സകാത്ത് കൊടുക്കാതെ പിടിച്ചു വെച്ചു കഴിഞ്ഞാല് അതെന്റെ മക്കൾക്ക് ഉപകരിക്കും, എനിക്ക് ഉപകരിക്കും എന്ന് വിചാരിക്കേണ്ട, അത് ഖൈറാണെന്ന് വിചാരിക്കേണ്ട, അതവർക്ക് നാശമായിരിക്കും. ആർക്ക് വേണ്ടിയാ പിടിച്ചു വെക്കും? ആർക്ക് വേണ്ടിയാ സഹോദരന്മാരെ നമ്മൾ പിടിച്ചു വെക്കുന്നത്? നമ്മൾ പിടിച്ചു വെക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും, നമ്മുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കും. ഒരാളും മറ്റൊരാളുടെയും പാപഭാരം ഏറ്റെടുക്കൂടെ. ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി പിശുക്ക് കാണിച്ച് സക്കാത്ത് കൊടുക്കാതെ പഠിച്ചു വെച്ചാൽ നാളെ പരലോകത്തെത്തുമ്പോ എന്റെ മക്കൾ എന്റെ ഉപ്പ എനിക്ക് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ പിശുക്ക് കാണിച്ച് പിടിച്ചു വെച്ച് ഇപ്പൊ ശിക്ഷയ്ക്ക് അർഹനായിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഞാൻ ഏറ്റെടുത്തുകൊള്ളാം എന്നൊരു മക്കളും പറയില്ല. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് പിശുക്ക് കാണിച്ചു വെച്ചാൽ അവരൊക്കെ നമ്മളെ കാണുമ്പോൾ ഓടുകയുള്ളൂ. ഒരാളും വരൂല, ഒരാളും സഹായത്തിനുണ്ടാവൂല, ഒരാളും സഹായത്തിനുണ്ടാവുന്ന ഒരു ലോകം. ആ ലോകം നമുക്ക് വിജയിക്കണമോ? അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കത് നാശമാണ് കേട്ടോ, നിങ്ങൾക്കത് നാശമാണ്. നാളെ ഖിയാമത്ത് നാളിൽ അത് നിങ്ങൾക്ക് കണ്ടാഭരണങ്ങളായിട്ട് അണിയിക്കപ്പെടും. നിങ്ങളുടെ കാണിച്ച് പിശുക്ക് കാണിച്ച് പിടിച്ചു വെച്ചത് നിങ്ങൾക്ക് ഇവർക്ക് ഉപയോഗം വരില്ല, പലത്തിനും നിങ്ങൾക്ക് ഉപകാരം വരിക ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സക്കാത്ത് തടയുന്നവൻ
നാളെ നരകത്തിലാണ്. അതുകൊണ്ടാണ് ലോലഹൃദയനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധപ്രഖ്യാപനം നടത്തിയത്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം എന്താണ്? ഭൂമി അള്ളാഹുവിന്റെ ഭൂമി. ആ അള്ളാഹുവിന്റെ ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാർക്കും ജീവിക്കണം, എല്ലാ മനുഷ്യർക്കും ജീവിക്കുവാൻ അവകാശമുണ്ട്. സമ്പത്ത് അള്ളാഹു കൈകാര്യം ചെയ്യുവാൻ വ്യത്യസ്തമായ നിലയിലാണ് മനുഷ്യനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉള്ളവൻ ഇല്ലാത്തവന് കൂടി കൊടുത്തുകൊണ്ട് തുല്യത പാലിച്ചുകൊണ്ട് അവനും ജീവിക്കണം. ആ ജീവിക്കേണ്ടവന്റെ ജീവിത അവകാശത്തെ മുടക്കി കട്ടെടുക്കുകയാണ് ഈ നിർബന്ധ ദാനം പിടിച്ചു വെക്കുന്നതിലൂടെ ചെയ്യുന്നത്. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള രംഗങ്ങളെ കൊല്ലണ്ട, എനിക്ക് നിസ്കരിച്ചാൽ കരച്ചിൽ വരുമെന്ന് പറഞ്ഞ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപനം നടത്തിയത് മറ്റൊരാളുടെ അവകാശത്തെ പിടിച്ചെടുക്കലാണ്. എല്ലാവർക്കും ജീവിക്കണം. അതിന് സമ്പത്ത് നമ്മുടേതല്ല, കൈകാര്യം ചെയ്യാൻ വേണ്ടി പഠിച്ചോ നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ തിരിച്ചറിവ് പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാകണം. ഒപ്പം നമ്മൾ ആലോചിക്കുക, വിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ വാഗ്വാദം പറയാറുണ്ടല്ലോ. ഇസ്ലാമിന്റെ സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മൾ നന്നായിട്ട് ചിന്തിക്ക്. നാം സക്കാത്ത് എന്ന് പറയുന്ന നമുക്ക് സ്വർഗത്തിൽ പോകേണ്ട, നാം യഥാർത്ഥ വിശ്വാസികളായി തീരേണ്ട, നാം മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതെ രക്ഷപ്പെടേണ്ട, നമുക്ക് പടച്ചവന്റെ ഭാഗത്ത് നിന്ന് കാരുണ്യം കിട്ടേണ്ട ഈ സക്കാത്ത്, ഇത് നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളില് ചോദിച്ചു വരാൻ ആളുണ്ടാവൂല. അള്ളാഹ് അനുഗ്രഹിച്ച പരിശുദ്ധമായ മാസത്തിനെ തണ്ടലിന്റെ മാസമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് നിങ്ങൾക്കൊക്കെയുണ്ട്. സക്കാത്തിനെ സംബന്ധിച്ച ശബ്ദം നമ്മുടെ മിമ്പറുകളിൽ നിന്ന് ഉയരണം. അത് ഇന്ന് നിന്നുപോയി, നനച്ചുപോയി. മുസ്ലിം സമൂഹം എന്ന് പറയുന്നത്, കരിപ്പോലുള്ള മുസ്ലിം സമുദായം എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന ഈ ചുരുങ്ങിയ ആളുകൾ മാത്രമല്ല. ഒരുപാട് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടേത്. ഓരോ പള്ളികളിൽ നിന്നും സക്കാത്തിന്റെ ഗൗരവം ഉണർത്തപ്പെടേണ്ടതുണ്ട്. പള്ളികളിൽ നിന്നും ഒരു കടലാസ കഷണത്തിൽ ഇവൻ പിച്ച തരുവാൻ അർഹനാണ് എന്ന് രേഖപ്പെടുത്തി കൊടുക്കുന്നതോടുകൂടെ ഉമറാഹിന്റെ ബാധ്യത അവസാനിച്ചു എന്നാരും കരുതണ്ട. അതാരുടെയും ബാധ്യത നിർവഹണമൊന്നുമില്ല. പിച്ചയെടുക്കുവാനുള്ള ലൈസൻസ് എഴുതി കൊടുക്കുവാൻ വേണ്ടി എല്ലാ മഹല്ലിൽ ഉമറാ ഉണ്ടാകേണ്ടത്. സക്കാത്തും സദഖയും പിരിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ അവകാശം കൃത്യമായ നിലയിൽ എത്തിച്ചു കൊടുക്കാനാണ് ഇവിടെ ഉമറാ വേണ്ടത്. അതിനാണ് നേതാക്കന്മാർ വേണ്ടത്. പ്രിയമുള്ളവരെ, ആ ഒരു സക്കാത്ത് നിർവഹണം നാം കൃത്യമായി നിർവഹിച്ചാൽ ഇവിടെ ഒരാൾ ആരുടെ മുന്നിൽ ചോദിച്ചില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഈ സമുദായത്തിന് ഇസ്സത്ത് കിട്ടും. വലില്ലാഹി ഇസ്സത്തു വലിറസൂലിഹി വലിൽമുഅ്മിനീൻ വലകിന്നൽ മുനാഫിഖീൻ. അല്ലാഹു പറഞ്ഞതാണ്, ഇസ്സത്ത്, അന്തസ് അല്ലാഹുവിന്റെ റസൂലിനാണ്, സത്യവിശ്വാസികൾക്ക്. പിച്ചതണ്ടാൻ വേണ്ടി ഇറങ്ങുന്ന കഴിഞ്ഞാൽ എന്ത് അന്തസ്സാണ് ഈ സമുദായത്തിന് ഉണ്ടാവുക എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. നമ്മുടെ സമുദായത്തിന്റെ അന്തസ് നാം തന്നെയാണ് തിരിച്ചു പിടിക്കേണ്ടത്. നാം സഹായിക്കുന്നവരാണ്. എല്ലാവരും ഞാൻ പറയുന്നത്, നമ്മൾ നന്നായി സഹായിക്കുന്നവരാണ്. നമ്മെ പോലെ സഹായിക്കുന്നവർ, നമ്മെ പോലെ മറ്റുള്ളവരെ കയ്യേറ്റു സഹായിക്കുന്നവർ ഈ ഭൂമി ലോകത്ത് ഉണ്ടാവില്ല. അത് ഈ സമുദായത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇരിക്കട്ടെ, അതിനോടൊപ്പം നമ്മുടെ സക്കാത്തും നാം കൃത്യമായി കണക്ക് നോക്കി കൊടുക്കുകയാണ് എങ്കിൽ നമ്മുടെ സമുദായത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരാൾ പോലും ഉണ്ടാവുകയില്ല. അത് നമ്മുടെ സമുദായത്തിന്റെ ഈ ലോകത്തെ വളർച്ചയ്ക്കും നമ്മുടെ പരലോകത്തെ വളർച്ചയ്ക്കും അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി വഖഫാ وسلام على عباده الذين اصطفى اللهم صل على محمد وعلى آل محمد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സക്കാത്തിന്റെ കർമ്മശാസ്ത്രപരമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് നമ്മുടെ ഈ ചെറിയ സമയത്ത് ചർച്ച ചെയ്ത് തീരുന്നതല്ല.
അത് സംബന്ധമായ സംശയങ്ങളുള്ളവർ ഇൻഷാ അല്ലാഹ് എന്നോട് പേഴ്സണലായി ബന്ധപ്പെട്ടാൽ മതി. കച്ചവടത്തിന്റെ സക്കാത്ത്, അതുപോലെ ശമ്പളത്തിന്റെ സക്കാത്ത്, റിയൽ എസ്റ്റേറ്റിന് വേണ്ടി നാം വാങ്ങിവെച്ചിരിക്കുന്ന നമ്മുടെ വസ്തുക്കളുടെ സക്കാത്ത്, ഇതൊക്കെ സക്കാത്ത് കൊടുക്കേണ്ടവയാണ്. സ്വർണത്തിനും വെള്ളിക്കും ഒക്കെ കൊടുക്കണം. അതിലേറെ ഗൗരവത്തോടുകൂടെ നാം ശ്രദ്ധിക്കേണ്ട വിഷയം സ്വർണത്തിന്റെ സക്കാത്താണ്. 10 പവനുണ്ടെങ്കിൽ 10 പവന് മുകളിൽ 85 ഗ്രാം സ്വർണം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സക്കാത്ത് കൊടുക്കണം നിർബന്ധമായി. അത് ധരിക്കുന്നതാവട്ടെ ധരിക്കാത്തതാവട്ടെ. സക്കാത്തിനെ തടയാൻ വേണ്ടി, സക്കാത്ത് തടയാൻ വേണ്ടി നമ്മുടെ ചില ആളുകളൊക്കെ ചില ബുദ്ധികളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. പടച്ചവനെ പറ്റിക്കാൻ നോക്കുന്നത്. ധരിക്കണ ആഭരണത്തിന് സ്വർണം സക്കാത്ത് കൊടുക്കണ്ട. ഓഹോ, അങ്ങനെയാണെങ്കിൽ 1 കിലോ സ്വർണത്തിൽ ഒരു ആഭരണം ഉണ്ടാക്കി, ഒരു അരപ്പട്ട ഉണ്ടാക്കുക, എന്നിട്ട് കൊല്ലത്തില് 2 പ്രാവശ്യം എടുത്ത് ധരിക്കുക. അപ്പോഴത് ധരിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന കർമ്മശാസ്ത്രമാണ്, ഫിഖാണ് പറയുന്നത്. കിതാബുകൾ എഴുതി വെച്ചതാണ്, ഞാൻ പഠിച്ച കാര്യമാണ് പറയുന്നത്. അതെടുത്ത് ധരിക്കുക. 1 കിലോ സ്വർണം കൊല്ലത്തിൽ 1 പ്രാവശ്യം ധരിച്ചാൽ ധരിക്കണ ആഭരണമായി. അപ്പൊ അതിന് സക്കാത്ത് കൊടുക്കേണ്ട, രക്ഷപ്പെടില്ല. അങ്ങനെയല്ല, ധരിക്കുന്നതാവട്ടെ ധരിക്കാത്തതാവട്ടെ 10 പവൻ 85 ഗ്രാം, 84 ഗ്രാം കഴിഞ്ഞ് പിന്നെ 1 ഗ്രാമും കൂടി, 10 പവൻ കഴിഞ്ഞ് 1 ഗ്രാമും കൂടി അധികം ഉണ്ട് എങ്കിൽ സക്കാത്ത് കൊടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലെ സ്വർണത്തിന്റെ വില എത്രയാണ്? ഒരാളുടെ കയ്യിൽ 10 പവൻ സ്വർണമുണ്ട് എങ്കിൽ അവൻ എത്ര രൂപ സക്കാത്ത് കൊടുക്കണം? 10 പവൻ ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ ഏകദേശം 30,000 രൂപ ചുരുങ്ങിയ കണക്കാണ്. ഞാനിവിടെ കണക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊന്നുമല്ല പറയുന്നത്, ഉദ്ദേശം വെച്ചിട്ട് പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 30,000 രൂപ അതിന് സക്കാത്ത് കൊടുക്കണം. നമ്മളിവിടെ ഇരിക്കുന്ന എത്ര പേരുടെ വീടുകളിൽ ഉണ്ടാകും 10 പവൻ സ്വർണം? ആലോചിക്കുന്നു. അത് സക്കാത്തായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയാണ് പണിക്കപ്പാവങ്ങൾ ഉണ്ടാകുക? ഇവിടെ എവിടെയാണ് രോഗം കൊണ്ട് ആളുകൾ പ്രയാസപ്പെടുക? ആരാണ് ഇവിടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്? ആരിവിടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പോകേണ്ടി വരുന്നത്? ഒരാൾക്കും വരില്ല. അതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ധരിക്കുന്നതാവട്ടെ ധരിക്കാത്തതാവട്ടെ കൊടുക്കണം. 10 പവനുള്ള സക്കാത്ത് ഇസ്ലാം കൃത്യമായിട്ട് വെച്ചിരിക്കുന്ന ഈ സംവിധാനം, ഇത്രയും വലിയ സംവിധാനം ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചർച്ച ചെയ്ത് നോക്കിയാൽ, നമ്മൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ വേറൊരു സ്ഥലത്തും കാണാൻ കഴിയില്ല. വെറും 2.5 ഉൽപ്പന്നങ്ങളാണ് എങ്കിൽ, പിന്നെ കൃഷിയുടേതാണ് എങ്കിൽ അവിടെ 5% പറയുന്നുണ്ട്, 10% പറയുന്നുണ്ട്. 5-10% നനച്ചതും പിന്നെ സ്വയം നനച്ചുണ്ടാക്കിയതും അതല്ലാതെ മഴ നനച്ചുണ്ടായതും തമ്മിലുള്ള വ്യത്യാസമാണ്. കറൻസിയാണ് എങ്കിൽ അവിടെ 2.5% പറയുന്നുള്ളൂ. 1,02,500 രൂപ. അപ്പൊ നമ്മൾ നന്നായിട്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ആലോചിക്കുക, ചിന്തിക്കുക. മറ്റൊന്നുമല്ല, നമുക്ക് വേണ്ടി തന്നെയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ രക്ഷയ്ക്ക്, നമ്മുടെ ഈ ലോകത്തെ രക്ഷയ്ക്ക്, നമ്മുടെ പരലോകത്തെ രക്ഷയ്ക്ക്. രണ്ടാമത് നമ്മുടെ സമുദായത്തിന്റെ അന്തസ്, അഭിമാനം കാത്തുരക്ഷിക്കാൻ, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതം നല്ല നിലയിൽ ആക്കി തീർക്കുവാനുമാണ് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സംശയങ്ങളും